മക്കളെ വെൽക്കം ബാക്ക്. എക്സാമിന് വേണ്ടി ഇതാ നമ്മൾ ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യാൻ, നമ്മുടെ കൂടെ തന്നെ നിൽക്കാൻ, നമുക്ക് അടിച്ച് പൊളിച്ച് തന്നെ പഠിക്കണം. കാരണം ബോട്ടണി സുവോളജിയിൽ ഫുൾ മാർക്ക് തന്നെ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കാം, നമുക്ക് ഇനി വരാൻ പോകുന്നത് എന്താണ്, മിനി മാരത്തൺ വരുന്നുണ്ട്. അപ്പം നമ്മൾ 15-ാം തീയതി ഇന്ന് വൈകുന്നേരം എന്തുണ്ട്, 7:30 തന്നെ നമ്മുടെ മിനി മാരത്തൺ ഫുൾ ചാപ്റ്റർ റിവിഷൻ ആണ് ബോട്ടണിയുടെയും സുവോളജിന്റെയും. അപ്പൊ ബോട്ടണി സുവോളജി ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് നേടാം. ഇതുവരെ പഠിക്കാത്തവരും പഠിച്ച് സെറ്റ് ആവാത്തവരും ടെൻഷൻ ഉള്ളവരൊക്കെ ഇങ്ങ് പോരെ, എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി പോരെ. നമുക്ക് ഈ ഒരൊറ്റ ലൈവിൽ എന്ത് ചെയ്യാം, ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കാം. ഓരോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു ഇതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി വന്നാൽ നമുക്ക് ഉഷാറായിട്ട് തന്നെ പഠിക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എങ്ങനെയാണെന്നും വാസ്കുലർ ബണ്ടിൽസ് എങ്ങനെയാണെന്നും. അപ്പൊ 2 മുതൽ 6 മാർക്ക് വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അപ്പം അത് ഏത് രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പഠിക്കാം. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കാം. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ ദെൻ. അപ്പൊ നോക്കുക മക്കളെ, നമുക്കറിയാം അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എന്താണ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻജിയോസ്പെർമ്സിന്റെ അനാട്ടമിയാണ്. ആൻജിയോസ്പെർമ്സിൽ നമുക്ക് കാണാം സെൽസ് എല്ലാം ഫോം ചെയ്ത് ടിഷ്യൂ ആകുന്നുണ്ട്, ടിഷ്യൂ സിസ്റ്റംസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം പ്ലാന്റിന്റെ അനാട്ടമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 3 ടിഷ്യൂ സിസ്റ്റംസ് കാണാം. ഒന്നാമതായിട്ട് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, രണ്ടാമതായിട്ട് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, മൂന്നാമത്തേത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. എപ്പിഡെർമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേ ആയിട്ട് അതിന് പ്രൊട്ടക്ഷൻ കവറിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് സെല്ലുലാർ ഡെവലപ്മെന്റ് ആ ഒരു സപ്പോർട്ട് ഡെവലപ്മെന്റ് സമയത്ത് കൊടുക്കാനാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇത് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം, അതായത് നമ്മുടെ കണ്ടക്ടിങ് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. വാട്ടർ ട്രാൻസ്പോർട്ടിനും അതുപോലെ ഫുഡ് ട്രാൻസ്പോർട്ടിനും ഒക്കെ സൈലം ആൻഡ് ഫ്ലോയും ടിഷ്യൂസ് കാണുന്നത് ഈ ഒരു ടിഷ്യൂ സിസ്റ്റത്തിലാണ്. ഇനി എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ആദ്യം ഓർക്കണം. ക്യൂട്ടിക്കിൾ വരുന്നുണ്ട്, അതായത് ഏറ്റവും പുറമെയുള്ള വാക്സി ലെയർ കോട്ടിങ്, അതാണ് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളത്. അതിന് ക്യൂട്ടിക്കിൾ ലെയർ ഉള്ളത് ഏതാണ്, എപ്പിഡെർമിസിനാണുള്ളത്. റൂട്ടിൽ നമ്മൾ എപ്പിബ്ലമ എന്ന് പറയും. ക്യൂട്ടിക്കിൾ പക്ഷെ ഇവിടെ കാണില്ല, റൂട്ടിൽ നമ്മൾ കാണില്ല, സ്റ്റെമ്മ് ലീഫിലാണ് ക്യൂട്ടിക്കിൾ കാണുന്നത്. ഇനി ഈ പറയുന്ന ക്യൂട്ടിക്കിൾ ലെയറിങ് കാണാം എവിടെ, എപ്പിഡെർമിസിന്റെ ഔട്ടർ ലെയറിലായിട്ട്. ഇനി എപ്പിഡെർമിസിൽ വേറെ എന്തൊക്കെ കാണാം, നമുക്ക് എപ്പിഡെർമൽ അപ്പൻഡേജസ് കാണാം. എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന റൂട്ട് ഹെയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ കാണുന്ന ട്രൈക്കോംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം, എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലാണ് കാണുന്നത്. അപ്പൊ എപ്പിഡെർമൽ അപ്പൻഡേജസ് കാണാൻ കഴിയും, അപ്പൻഡേജസ് കാണാൻ കഴിയും. ഇനി അപ്പൻഡേജസ് കഴിഞ്ഞാലോ പിന്നെ കാണുന്നതാണ് നമ്മുടെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് അല്ലെ. ഇതേപോലെ എപ്പിഡെർമിസിൽ കാണുന്നതാണ് നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ എന്താണ്, ഡൈക്കോട്ട് പ്ലാന്റ്സിലെ ബീൻ ഷേപ്ഡും അതുപോലെ മൊണോകോട്ട് പ്ലാന്റ്സിലെ ഡംബൽ ഷേപ്പ്, ഗ്രാസസിലൊക്കെ ഡംബൽ ഷേപ്ഡ് സ്റ്റൊമാറ്റയാണ് കാണുന്നത്. അപ്പം ഈ സ്റ്റൊമാറ്റയെ പറ്റി കുറേ തവണ പിക്ചർ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു സെന്ററിൽ സ്റ്റൊമാറ്റൽ പോറ് കാണാം. ഈ ഗാഡ് ഷേപ്പിൽ കാണുന്നതാണ് ഇത് നമ്മുടെ ഗാഡ് സെൽസ് എന്ന് പറയുന്നത് അല്ലെ, ഈ ഒരു ബീൻ ഷേപ്പിൽ കാണുന്നത്. ഇവിടെ ആണെങ്കിലോ ഡംബൽ ഷേപ്പിലാണ് ഗാഡ് സെൽസ് കാണുന്നത്. അതിന് പുറമെ ആയിട്ട് കാണുന്ന ഈ ഒരു സെല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സിഡറി സെൽ എന്ന് പറയുന്നത്. അതിന് പുറമെ ആയിട്ട് നമുക്ക് എപ്പിഡെർമൽ സെൽസും കാണാം. ഇതാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ആ ഓപ്പണിങ്, ഗാഡ് സെൽസും അതുപോലെ സറൗണ്ടിങ് ആയിട്ടുള്ള സബ്സിഡറി സെൽസ്, ഈ 3 കാര്യങ്ങൾ ചേരുന്നതിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഗാഡ് സെൽസ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഗ്യാസ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മൾ എപ്പിഡെർമൽ അപ്പൻഡേജസിന്റെ കാര്യം പറഞ്ഞു, റൂട്ട് ഹെയേഴ്സ്, സ്റ്റെമ്മിൽ കാണുന്ന എയർലൈക്ക് അപ്പൻഡേജിനാണ് നമ്മൾ ട്രൈക്കോംസ് എന്ന് പറയുന്നത്. അതെന്തിനാണ്, മാക്സിമം റൂട്ടിലൊക്കെ വാട്ടർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടും സ്റ്റെമ്മിലൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസത്തിന് പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു എപ്പിഡെർമൽ അപ്പൻഡേജസ് ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞാണ് ക്യൂട്ടിക്കിൾ വാക്സി ലെയർ കോട്ടിങ്, ചെറിയ മൈക്രോ ഓർഗാനിസം ഒന്നും പെട്ടെന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു വാട്ടർ നിന്ന് ഒരു വാക്സി കോട്ടിങ് നനഞ്ഞ് പോവാതൊക്കെ ഇരിക്കാനായിട്ടാണ് അങ്ങനെ ഒരു കോട്ടിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം, അതായത് പാരൻ കൈമ അല്ലെങ്കിൽ കോളം കൈമ, സ്ക്ലീറൻ കൈമ ആയിട്ടുള്ള സിമ്പിൾ ടിഷ്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ഒരു ഹൈപ്പോഡെർമിസിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ കാണാം. സ്റ്റെമ്മിലാണെങ്കിൽ ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്താണ്, മൾട്ടി ലെയർഡ് ആയിട്ട് നമുക്ക് കോളം കൈമേറ്റസ് ആയിട്ട് കാണാം, പിന്നെ പാരൻ കൈമേറ്റസ് ഒക്കെ ആയിട്ട് കാണാം. റൂട്ടിലാണെങ്കിൽ എന്താണ്, എല്ലാം ഒരു കുറേ ലെയേഴ്സ് ആയിട്ടുള്ള പാരൻ കൈമാസ് തന്നെ അടുക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. അപ്പം അവിടെ തന്നെ എന്താണ്, ലീഫിലാണ് നമ്മൾ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. കാരണം ലീഫിൽ മീസോഫിൽ ടിഷ്യൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലീഫിൽ നമുക്ക്
പാലിസൈഡ് മീസോഫിലും കാണാം, അല്ലാതെ വട്ടത്തിലായിട്ട് എന്ത് കാണാം, സ്പോഞ്ചി മീസോഫിലും കാണാം. അപ്പം ലീഫിലെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. മീസോഫിലാണുള്ളത് പാലിസൈഡും അതുപോലെ തന്നെ സ്പോഞ്ചി പാരൻകൈമയും. ഇനി പിന്നെയുള്ളതാണ് നമ്മുടെ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ സൈലവും ഫ്ലോയും ആണ് വരുന്നത്. കണ്ടക്റ്റീവ് ടിഷ്യൂസ് അതിൽ കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് നമ്മൾ കാണുന്നത്. അവിടെ നോക്കിക്കേ, സൈലവും ഫ്ലോയും ചേർന്ന വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്. ഈ വാസ്കുലർ ബണ്ടിൽസ് ഇവിടെ നോക്കുക, അറേഞ്ച്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു സർക്കിള് ഇവിടെ സൈലം ആണെങ്കിൽ പിന്നെ ഇവിടെ ഫ്ലോയും, ഇവിടെ സൈലം ആണെങ്കിൽ ഇവിടെ ഫ്ലോയും, ഇവിടെ സൈലം ആണെങ്കിൽ ഇവിടെ ഫ്ലോയും. ഇങ്ങനെ ഓരോ റേഡിയസിലാണ് സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്കിൽ, ഓരോ റേഡിയസിലായിട്ട് സൈലം ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുമെങ്കിൽ അതിനെ നമ്മൾ റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കും. എന്താണ്? റേഡിയൽ വാസ്കുലർ ബണ്ടിൽ എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇവിടെ സൈലം താഴെയും ഫ്ലോയും മേലെയാണ് അല്ലെ. അതായത് ഒരു വട്ടത്തില് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ സൈലം കാണാം, ഇവിടെ ഫ്ലോയും കാണാം. ഇങ്ങനെ അടുപ്പിച്ചായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ. എന്താണ്? കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ. ഇനി അതിന്റെ ഇടയിൽ നമ്മൾ ക്യാമ്പിയം കാണുന്നുണ്ട്. ക്യാമ്പിയം ഉണ്ടെങ്കിൽ സെക്കൻഡറി ഗ്രോത്ത് നടക്കും. ക്യാമ്പിയം കാണുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാമ്പിയം കൺജോയിന്റ് ഓപ്പൺ എന്ന് പറയും. ഇതിന്റെ ഇടയിൽ ക്യാമ്പിയം കാണുന്നുണ്ടെങ്കിൽ. ഇനി ക്യാമ്പിയം ഇല്ല എങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? കൺജോയിന്റ് ക്ലോസ്ഡ് എന്നാണ് വിളിക്കുക. എന്താണ്? കൺജോയിന്റ് ക്ലോസ്ഡ് എന്നാണ് വിളിക്കുക. അപ്പൊ കൺജോയിന്റ് ഓപ്പൺ വാസ്കുലർ ബണ്ടിലുണ്ട്, കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലർ ബണ്ടിലുണ്ട്. ഓപ്പൺ ഉണ്ടെങ്കിൽ അവിടെ ക്യാമ്പിയം ഉണ്ട്, അവിടെ സെക്കൻഡറി ഗ്രോത്ത് നടക്കും. ഡൈക്കോട്ട് സ്റ്റെമിലൊക്കെ നമ്മൾ ഓപ്പൺ വാസ്കുലർ ബണ്ടിലാണ് കാണുക. അപ്പം ഇതാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. സെറ്റ് ആയാലും അപ്പൊ കൺജോയിന്റ് വാസ്കുലർ ടൈപ്പില് കൺജോയിന്റ് ഓപ്പണും ഉണ്ട്, കൺജോയിന്റ് ക്ലോസ്ഡും ഉണ്ട്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും, അനാട്ടമിയിൽ നമ്മൾ റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് ഇതിന്റെ ഒക്കെ അനാട്ടമി പഠിക്കുന്നുണ്ട്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ സുവോളജിയും ബോട്ടണിന്റെ ഫുൾ ചാപ്റ്റേഴ്സ് റിവിഷനുമായിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വരുന്നുണ്ട് മിനി മാരത്തണിൽ. അപ്പൊ എല്ലാവരും വരിക. ഇപ്പോൾ തന്നെ പോയിട്ട് നോട്ടിഫൈ മീ ചെയ്ത് വെക്കുക. അതുപോലെ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്ത് നിങ്ങൾ സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഒരു നോട്ടും ഒക്കെ എടുത്ത് എല്ലാവരും സെറ്റ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി വരിക. നമുക്ക് ലൈവിൽ ബാക്കി കാണാം. ഓക്കെ, അപ്പൊ മിനി മാരത്തൺ മിസ് ചെയ്യേണ്ട. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. സോ നമ്മൾ അവിടെ കാണും. സോ ബൈ.